ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂണീക്ക് ഡൈൻ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു അടിപൊളി പായസമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചൊവ്വരിയും പൈനാപ്പിളും യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു പായസമാണ്. നല്ലൊരു വെറൈറ്റി പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പോളം ചൊവ്വരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം ആവശ്യത്തിന് ഒരു മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമൊഴിച്ച് ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചതാണ്. ഇത് ഒന്ന് കുതിർന്ന് വന്നാൽ കുക്കറിൽ ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ഹാഫ് പൈനാപ്പിൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പൈനാപ്പിൾ വേവിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അത് ക്രമീകരിക്കുക. എന്നിട്ട് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൽ നിന്ന് പൈനാപ്പിൾ എന്ന് പറയുന്നത് അത്യാവശ്യം വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണല്ലോ, അപ്പം ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈമിൽ വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു സ്റ്റേജ് ആവുമ്പം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് യെല്ലോ കളർ ഇല്ലായിരുന്നു. അപ്പം യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഒറ്റൊരു ഡ്രോപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്താലും പ്രശ്നമൊന്നുമില്ല, അതിന് വേറെ ടേസ്റ്റൊന്നും വരാനൊന്നുമില്ല. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നു മാത്രം. അപ്പോൾ പൈനാപ്പിൾ ഇതേപോലെ നന്നായി വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ നന്നായി വെള്ളം ഇറങ്ങി വന്ന് അതിൽ കിടന്ന് തന്നെ ഇത് വെന്തോളും. വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചറിലാവും. എല്ലാ വെള്ളവും നന്നായി വറ്റിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. 1/2 ലിറ്റർ പാലിനാണ് ഞാൻ 1/4 കപ്പോളം ചൊവ്വരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാലൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ ടെമ്പറേച്ചർ ഒരു റൂം ടെമ്പറേച്ചർ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. മധുരത്തിൻ്റെ അളവ് നന്നായി വേണ്ടുന്നവർക്ക് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ടിന്നോളാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല മധുരമുള്ളൊരു പായസം തന്നെയായിരിക്കും. പഞ്ചസാര അലിയുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ബോയിലിംഗ് പോയിൻറ്റിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാനൊരു ഹാഫ് ടിന്നോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായി അടിയിൽ പിടിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ ആവശ്യമുള്ളവർ ഏലക്കായോ വാനില എസൻസ് അതുപോലെ തന്നെ ഇങ്ങനെ ഫ്ലേവറിന് നമ്മൾ ചേർക്കുന്ന എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഫ്ലേവർ എന്ന് പറയുന്നത് പൈനാപ്പിളാണ്. അപ്പം ഞാനിതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചൊവ്വരിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ചൊവ്വരി ചേർത്ത് കൊടുത്താൽ നന്നായി കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചൊവ്വരി ഇങ്ങനെ കട്ടയായിട്ട് വരും. ഇതേപോലെ നമ്മൾ ചേർത്ത ഉടനെ തന്നെ നന്നായി ഇളക്കുകയാണെങ്കിൽ വേറെ തന്നെ ചൊവ്വരി നിൽക്കും. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മളെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിവിടെ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും ഇതിൻ്റെ ആ ഒരു മണം നല്ലൊരു ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ പുഡിങ്ങിൻ്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതൊന്നും നമ്മൾ ചൈന ഗ്രാസ് ഒന്നും ചേർക്കാണ്ട് കഴിക്കുന്നു എന്ന് മാത്രം. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഫ്രഷ് ക്രീം നന്നായി മിക്സ് ആയതിന് ശേഷം ഒന്ന് തിളക്കാൻ അനുവദിക്കണം. തിളക്കുന്നത് വരെയും ഇതേപോലെ കൈവിടാണ്ട് നന്നായി ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം.
ഇപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പായസം നന്നായി ഇതിൻ്റെ ചൂട് നല്ലോണം ആറണം. ശരിക്കും റൂം ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഇതിൽ വന്നാൽ മാത്രമേ നമ്മൾ പൈനാപ്പിൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായി തണിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൈനാപ്പിളും ആറിയിട്ടുണ്ട്. അപ്പം രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതൊന്ന് കുറച്ച് സമയം വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. കാരണം ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഒന്ന് പായസത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു ടൈം കൊടുക്കണം. നമ്മൾ വേവിക്കുന്നൊന്നുമില്ലല്ലോ, ഇത് ചൂടാക്കുന്നൊന്നുമില്ല. രണ്ടും ചൂടാറിയതിന് ശേഷമാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് തണുപ്പിച്ച് കഴിക്കുക. അതാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. സൂപ്പർ പായസമാണ്. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ ബൈ.